അപ്പം ഈ ഐലൻഡ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ ഫുള്ള് കംപ്ലീറ്റ്ലി ചുറ്റും വെള്ളമല്ല, എവിടെ നോക്കിയാലും വെള്ളമാണ്. പക്ഷെ നമുക്ക് ഈ കടൽ വെള്ളം കാണുന്ന പോലെ അതുപോലെ നമുക്ക് കൺസ്യൂം ചെയ്യാനും കുടിക്കാനൊക്കെ ഉള്ള വെള്ളം അതേപോലെ അങ്ങ് കിട്ടത്തില്ല. നമുക്ക് ഈ കിട്ടുന്ന വെള്ളം എല്ലാം ഉപ്പ് വെള്ളമായിരിക്കും. ഉപ്പ് വെള്ളമൊക്കെ വാട്ടർ ഡീസലൈനേഷൻ എന്ന പ്രോസസ്സ് വഴി അതിൻ്റെ ഉപ്പെല്ലാം മാറ്റി ഫിൽറ്റർ ചെയ്ത് അത് ഫ്രഷ് വാട്ടർ, കുടിക്കാൻ പറ്റുന്ന ഫ്രഷ് വാട്ടർ ആയിട്ട് വലിയ വലിയ ടാങ്കുകൾ ഇത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് കുടിക്കാനുള്ള ആവശ്യത്തിനൊക്കെയുള്ള വെള്ളം, ഇതുപോലെ ഗസ്റ്റ് റൂംസിലേക്കുള്ള വെള്ളം, നമ്മുടെ സ്റ്റാഫിനുള്ള വെള്ളം എല്ലാം ഇതേപോലെ നമുക്ക് ഫ്രഷ് ആയിട്ട് ഈ ഡീസലൈനേഷൻ ചെയ്ത് കിട്ടുന്ന വെള്ളം എല്ലാ റൂംസിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ ഐലൻഡ്സിലൊക്കെ നമുക്ക് ഈ പ്ലാസ്റ്റിക്കിന്റെ യൂസ് ഒക്കെ മാക്സിമം മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ റൂംസിലും ഒക്കെ ഇതേപോലെ ഗ്ലാസ് ബോട്ടിൽസ്, റീയൂസബിൾ ആയിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽസും അതേപോലെ പലയിടത്തായിട്ട് റീഫിൽ സ്റ്റേഷൻസും ഉണ്ട്. അപ്പോൾ ഈ ബോട്ടിൽസിൽ പോയിട്ട് നമുക്ക് ഫ്രഷ് വാട്ടർ തീരുന്നതനുസരിച്ച് ഫില്ല് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ശരിക്കും ഈ പറയുന്ന ഡീസലൈനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് റിവേഴ്സ് ഓസ്മോസിസ്, അതായത് നമുക്ക് ഈ സാൾട്ട് മാറ്റിയിട്ട് ഇതിനകത്ത് സാൾട്ട് മാറ്റി കംപ്ലീറ്റ്ലി കുടിക്കാൻ പറ്റുന്ന വെള്ളമാക്കി മാറ്റുന്നത് റിവേഴ്സ് ഓസ്മോസിസ് എന്ന പ്രോസസ്സ് വഴിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ആ വെള്ളത്തിന്റെ ടേസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം, കംപ്ലീറ്റ്ലി ടെസ്റ്റഡ് ആയിട്ടാണ് ഇവർ ഗസ്റ്റിലേക്കും അതേപോലെ തന്നെ സ്റ്റാഫിലേക്കും എത്തിക്കുക. ഒരു രീതിയിലുള്ള ടേസ്റ്റ് വ്യത്യാസം നമുക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ. നോർമൽ ആയിട്ടുള്ള നമുക്ക് കിട്ടുന്ന ഫ്രഷ് വാട്ടർ, നമ്മൾ വീട്ടിൽ കിണറ്റിൽ നിന്നൊക്കെ കോരി കുടിക്കുന്ന ടൈപ്പ് ഒരു ടേസ്റ്റ് വ്യത്യാസം ഇല്ലാത്ത വെള്ളമാണ് നമുക്ക് ഈ പ്രോസസ്സ് വഴി കിട്ടുന്ന വെള്ളം. അപ്പം നല്ല അതായത് ഇവിടെ എല്ലാം ടെസ്റ്റ് ചെയ്ത് കൺഫേം ചെയ്ത് ഇതിന് എന്താ പറയാ ഒരു രീതിയിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള എലമെന്റ്സും ഇല്ലാന്ന് കൺഫേം ചെയ്തുള്ള ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എല്ലാ ഗസ്റ്റിലേക്കും നമുക്കിവിടെ വെള്ളം എത്തിച്ചു കൊടുക്കുന്നത്. അപ്പം എല്ലാം കൊണ്ടും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ പല കുഞ്ഞു ഐസൊലേറ്റഡ് ഐലൻഡ്സിലൊക്കെ കാണാനായിട്ട് കഴിയുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ വലിയ ടാങ്ക്. ഇതിപ്പം എന്നെ പോലെ ഒരു 3-4 പേരുടെ പൊക്കമുണ്ട്. ഈ ഹൈറ്റിന് ഭയങ്കര വീതിയാണ് കേട്ടോ. ഇതിപ്പോ നമുക്ക് ഒന്ന് നടന്ന് വട്ടം ചുറ്റി വരാൻ മാത്രം ഉണ്ട് ഈ വലിയ ടാങ്കിന്റെ വലിപ്പം. ഇതിന്റെ സൈഡിൽ കൂടെ ഒക്കെ ചെറിയ ഗോവണി പോലെ, അതായത് സ്റ്റെപ്പ് കയറി എത്താനായിട്ടും മുകളിലൊക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു അറേഞ്ച്മെന്റ് ഇവിടെ ഉണ്ട്. അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ ഇതൊക്കെ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐലൻഡ് അല്ലെങ്കിൽ ഒരു റിസോർട്ടോ എല്ലാം എടുക്കുമ്പോഴത്തേക്കും അതിൽ നമുക്ക് എന്താ പറയുക, അതിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഒന്നും നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. ഇവിടെ എങ്ങനെയാണ് വെള്ളം, കുടിക്കാനുള്ള വെള്ളം എത്തുക, ഇവിടെ എങ്ങനെയാണ് കറണ്ട് എത്തുക, അല്ലെങ്കിൽ ഇവിടെ ഇത്രയും ഐസൊലേറ്റഡ് ആയിട്ടുള്ള സ്ഥലത്ത് എങ്ങനെയാണ് ഈ ഫുഡ്, അതായത് മീറ്റൊക്കെ ഇത്രയും നാളായിട്ട് സേവ് ചെയ്ത് വെക്കുക എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കാറില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വലിയ ടാങ്കുകളൊക്കെയാണ് ഇവിടെ ഓരോരോ ഐലൻഡ്സിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. അത്യാവശ്യം ഒരു 2-3 വാട്ടർ ടാങ്കുകൾ കാണാൻ പറ്റുന്ന രീതിയിൽ ഞാനൊന്ന് നിന്നതാണ്. ഇതേപോലെ ഒരു ടാങ്കില് അറൗണ്ട് ഒരു 7,12,800 ലിറ്റർ ആണ് വെള്ളം കൊള്ളുക. അപ്പം ഇത്ര അധികം വെള്ളം കപ്പാസിറ്റി കൊള്ളുന്ന നിരവധി ടാങ്കുകളാണ് അവിടെ ഇവിടെ ആയിട്ട് കാണാൻ പറ്റുന്നത്. നമുക്കിപ്പോൾ നോക്കിയാൽ തന്നെ ഒരു 3-4 ടാങ്കോളം കാണാൻ പറ്റുന്നുണ്ടല്ലേ. അപ്പം അങ്ങനെ വെള്ളത്തിന് ഒരു ക്ഷാമവും വരത്തില്ലാത്ത പോലെ കംപ്ലീറ്റ്ലി നമ്മുടെ ഈ റീഫിൽ സ്റ്റേഷനുകളും അതേപോലെ നമ്മുടെ കുളിക്കാനായിട്ടുള്ള ആവശ്യങ്ങൾക്കും കിച്ചൺ യൂസിനും എല്ലാത്തിനും വേണ്ട വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഈ ഡീസലൈനേഷൻ പ്രോസസ്സ് വഴി ഉൽപ്പാദിപ്പിച്ചുകൊണ്ട്, അതായത് ഫ്രഷ് ആക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇവിടുത്തെ ഗാർഡനിലേക്ക് വേണ്ട വെള്ളവും കുറേയൊക്കെ, അതായത് നമുക്ക് ഇവിടെ ഡയറക്റ്റ് ഈ വെള്ളം എടുക്കുന്ന സമയത്ത് അത് സോൾട്ട് വാട്ടർ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഡീസലൈനേഷൻ ചെയ്ത് കിട്ടുന്ന വെള്ളവും ഇതേപോലെ ഗാർഡൻ യൂസിനൊക്കെ യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഇതേപോലെ റിമോട്ട് ഐലൻഡ്സിലേക്കൊക്കെ കറണ്ട് എത്തിക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് അറിയോ?
അപ്പം അത് ഇവിടെയൊക്കെ കറണ്ട് ജനറേറ്റ് ചെയ്യുന്നത് ഇവിടെ ഓൺ ഡീസൽ പവേർഡ് ജനറേറ്റേഴ്സ് ഉണ്ട്. അപ്പം വലിയ വലിയ ജനറേറ്റേഴ്സ് ഒക്കെയാണ് എൻ്റെ പുറകിൽ ഇപ്പം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴത്തേക്ക് ഇവിടുന്ന് ഭയങ്കര ചൂടടിച്ചു വരുന്നുണ്ട്. അപ്പം ഇവിടെ 24 hours 24/7 ഫുൾ ടൈം ഇവിടെ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇവിടെ ഡീസൽ ഡ്രിവൺ ആയതുകൊണ്ട് തന്നെ ഡീസലൊക്കെ മെയിൻ മാലി ഐലൻഡിൽ നിന്ന് ഇപ്പം ബോട്ടൊക്കെ വഴി ഇങ്ങോട്ട് ഈ ഐലൻഡ്സിലേക്കൊക്കെ എത്തിക്കും. എന്നിട്ട് ഇവിടെ ഇവരിങ്ങനെ കളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് വെച്ചേക്കും കണ്ടിന്യൂസ് ആയിട്ട്. എന്നിട്ട് ഇത് ഈ റീഫിൽ ചെയ്ത് ഇവിടെ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇനി എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും ഒരു തകരാറ്, ഇപ്പം നമ്മുടെ ഈ ജനറേറ്ററിന് എന്തെങ്കിലും ഇഷ്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനൊരു ബാക്കപ്പ് ജനറേറ്ററും കൂടെ ഈ ഐലൻഡ്സുകളിലൊക്കെ ഉണ്ടാവും. അപ്പം അതായത് ഒരിക്കലും നമുക്ക് ഇവിടെ ഒരു ഇലക്ട്രിസിറ്റി നിന്ന് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനായിട്ട് ഒരു ബാക്കപ്പ് ജനറേറ്റേഴ്സും ഇവിടെയൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ ഇവിടെ കൂടുതലും നമുക്ക് ഇവിടെ റെഫ്രിജറേറ്റേഴ്സും അങ്ങനെ ഫുള്ള് ഈ ഹീറ്ററും മറ്റേ ഇതെല്ലാം AC ഒക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫുള്ള് കംപ്ലീറ്റ്ലി ഇലക്ട്രിസിറ്റി ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം നമുക്ക് എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി കണ്ടിന്യൂസ് ആയിട്ട് ഇലക്ട്രിസിറ്റി വേണ്ടത് കൊണ്ട് തന്നെ ഇങ്ങനെ ഈ ഡീസൽ പവേർഡ് ആയിട്ടുള്ള ഈ ജനറേറ്റേഴ്സ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം നമ്മുടെ ഈ റിമോട്ട് ഐലൻഡ്സിലൊക്കെ ഫുഡ് അതേപോലെ മീറ്റ് ഫിഷൊക്കെ എത്തിക്കുന്നത്, അതായത് ആക്ച്വലി മെയിൻ ഐലൻഡായ മാലിന്ന് ഇതൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരണം. അല്ലാതെ ഇവിടെ ഓൺ ആയിട്ട് ഇവിടെ അങ്ങനെ ഫാമോ ചിക്കൻ്റെ ഫാമോ അങ്ങനെ ആനിമൽസോ അങ്ങനെ ഒന്നും ഇല്ല. അപ്പൊ ഇതേപോലെ മീറ്റും ഫിഷും ഒക്കെ കൊണ്ടുവരുന്നത് വലിയ വലിയ റെഫ്രിജറേറ്ററിൽ, അതായത് കോൾഡ് റൂംസിലും ഫ്രീസേഴ്സ് ഒക്കെ ഉണ്ട്. വലുതാണ്, നമ്മളെ കുറിച്ച് ചെറിയ ഫ്രിഡ്ജസ് ഒന്നുമല്ല, അപ്പം ഫ്രിഡ്ജുകളൊന്നും അല്ല. അപ്പൊ ഇത് ഈ വലിയ റെഫ്രിജറേറ്ററിലും കോൾഡ് റൂംസിലും ഒക്കെ ഇതിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഇത് മീറ്റിനും ഫിഷിനും ഒക്കെ സെപ്പറേറ്റ് സ്റ്റോറേജ് സെക്ഷൻസ് ആയിരിക്കും. അപ്പൊ ഇത് ചിൽഡ് റെഫ്രിജറേറ്റേഴ്സ്, അതായത് ഫ്രോസൺ സ്റ്റോറേജും ഉണ്ട്, ചിൽഡ് സ്റ്റോറേജും ഉണ്ട്. ഫ്രോസൺ സ്റ്റോറേജിൽ ഏകദേശം ഒരു -18°C അല്ലെങ്കിൽ അതിലും താഴെയുള്ള ഡിഗ്രിയിലൊക്കെ ഇത് ഫ്രോസൺ ഐറ്റംസ് എല്ലാം സേവ് ചെയ്ത് വെക്കും. അത് കുറച്ച് നാളത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും. അല്ലെങ്കിൽ ചിൽഡ് സ്റ്റോറേജിൽ ഏകദേശം ഒരു 0 to 4°C നമുക്ക് ഈ ഐറ്റംസ് ഒക്കെ സ്റ്റോർ ചെയ്യാൻ, അതായത് റീസെന്റ് നമ്മൾ എടുക്കുന്ന സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നത് ഈ ചിൽഡ് സ്റ്റോറേജിലാണ്. അപ്പം അങ്ങനെ പല സെക്ഷൻസും ഇവിടെ ഉണ്ട്. അപ്പം ആക്ച്വലി നമ്മുടെയൊക്കെ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു FIFO സിസ്റ്റമാണ്. ആ FIFO എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഫസ്റ്റ് ഐറ്റം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അതായത് ആദ്യം വെക്കുന്ന സാധനം ആദ്യം നമ്മൾ ഉപയോഗിക്കും. അതായത് സാധനങ്ങൾ സ്പോയിൽ ആവാതിരിക്കാനും, ഈ ഫുഡ് ഐറ്റംസ് ഒക്കെ സ്പോയിൽ ആവാതിരിക്കാനും വേസ്റ്റേജ് ഒന്നും വരാതിരിക്കാനായിട്ടാണ് ഫസ്റ്റ് നമ്മൾ വെക്കുന്ന സാധനങ്ങൾ ഫസ്റ്റിൽ നമ്മൾ ഔട്ട് ചെയ്യും. അപ്പൊ അങ്ങനെ ഇത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് സിസ്റ്റമാണ് നമ്മുടെ ഇവിടെ കാണുന്നത്. പിന്നെ ഇവിടെ ഇന്റർനാഷണൽ ഫുഡ് സേഫ്റ്റി സിസ്റ്റംസ് ഒക്കെയാണ് കേട്ടോ. അതെല്ലാം ഈ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന നല്ല, അതായത് മാലിയിൽ നിന്നൊക്കെ വരുന്ന ഫ്രോസൺ ഐറ്റംസ്, അതിന്റെ ടെമ്പറേച്ചറും അതിന്റെ ക്വാളിറ്റിയും ഒക്കെ ടെസ്റ്റ് ചെയ്ത്, അതിന് കെമിക്കൽസോ അല്ലെങ്കിൽ അതിന്റെ കണ്ടൻസിന്റെ ഒക്കെ എല്ലാം ടെസ്റ്റ് ചെയ്ത് സേഫ്റ്റി എല്ലാം നോക്കിയിട്ട് വീണ്ടും അതൊന്ന് റീചെക്ക് ചെയ്തിട്ടാണ് വീണ്ടും ഇവിടെ സ്റ്റോർ ചെയ്ത് വെക്കുക. അവിടെ ഇങ്ങനെ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ കാര്യമൊക്കെ പറയുമ്പോഴത്തേക്കും ഇങ്ങനെയാണ് നമ്മുടെ വലിയ റെഫ്രിജറേറ്റേഴ്സും വലിയ ഫ്രീസേഴ്സും ഒക്കെയാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഹലോ, നമുക്കെന്നൊരു കോഫി കുടിച്ചാലോ? ഞാൻ ഈ കോഫി കുടിക്കാനായിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. നമ്മളൊരു ക്യാപ്പിച്ചിനോ ആണ് പറഞ്ഞത്, വെറും ക്യാപ്പിച്ചിനോ അല്ല, നമ്മുടെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള ക്യാപ്പിച്ചിനോ. അപ്പോൾ അഡ്വാൻസ് ആയിട്ട് നമ്മൾ നമ്മുടെ ഒരു സെലക്ട് ചെയ്ത ഫോട്ടോ ഇവിടെ QR കോഡ് വഴി നമ്മൾ സ്കാൻ ചെയ്തിട്ട് നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ മെഷീനിൽ നമ്മുടെ ഫോട്ടോ അവർ ലോഡ് ചെയ്ത് വെച്ചേക്കും. അപ്പം നമ്മൾക്ക് നമ്മുടെ ഇവിടെ ചേട്ടന് ഒരു ക്യാപ്പിച്ചിനോ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് ആ കപ്പിനകത്ത്
അവരുടെ ഒരു ബേസ് ഉണ്ടായിരുന്നു. അപ്പൊ ആ ബേസിലേക്ക് കൊണ്ടുപോയി കപ്പ് വെച്ചിട്ട് ആ കപ്പ് പയ്യെ അങ്ങ് ഉയർന്ന ആ മെഷീന്റെ തൊട്ടടുത്തേക്ക് വരെ വന്നു. അപ്പൊ ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫോട്ടോ അതിലേക്ക് പയ്യെ 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 പ്രിന്റ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ഈ ദൂരെ നോക്കിയിട്ട് തന്നെ ഭയങ്കര ആ ഒരു റിസംബ്ലൻസ് കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പ്രിന്റിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കപ്പ് പയ്യെ 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 താഴേക്ക് ഇറങ്ങി വരാൻ തുടങ്ങിയിരിക്കുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള ക്യാപ്പിച്ചിനോ കുടിക്കാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ നമ്മുടെ ക്യാപ്പിച്ചിനോ ഗ്ലാസ്, നമ്മുടെ ഫോട്ടോ പ്രിന്റ് ചെയ്ത ക്യാപ്പിച്ചിനോ ദാ എത്തിയിരിക്കുകയാണ്. അപ്പൊ കണ്ടിട്ട് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ അത് കുടിക്കാൻ വേണ്ടിയിട്ട്. നല്ല രസമുണ്ട് അത് കാണാൻ വേണ്ടിയിട്ട്. ഞാനാണെങ്കിൽ നല്ല ഒരു ഫോട്ടോ ആണ് ഞങ്ങളും കൊടുത്തതും. അപ്പം ഞങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു ഫോട്ടോയാണ്. ഒരു സാരി, ഒരു ഗ്രേയിഷ് ഷെയ്ഡുള്ള സാരിയും ഒരു ഗ്രേ ഷർട്ടുമാണ് ഞങ്ങളുടെ ഡ്രസ്സ്. അപ്പം ആ ഡ്രസ് കോഡ് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഫോട്ടോ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫോട്ടോ വെച്ചിട്ടുള്ള നല്ല ഒരു അടിപൊളി കോഫിയാണ് നമുക്കിപ്പോൾ കിട്ടിയേക്കുന്നത്. ഞാൻ ആ കോഫിയൊക്കെ ആയിട്ട് ഒരു താലപ്പൊലി കൊണ്ട് നടക്കുന്ന പോലെ ഞാൻ പയ്യെ ഒരു സീഷോർ ആ കാറ്റൊക്കെ കിട്ടുന്ന പോലെ നല്ലൊരു സീ വ്യൂ കിട്ടുന്ന രീതിയിൽ നമ്മളൊരു ടേബിൾ ചെയർ സെറ്റപ്പിലേക്ക് ഞാൻ ഒരു കുറച്ചുകൂടെ മുന്നോട്ട് നടന്നു പോയിട്ട് അവിടെ ഇരിക്കാന്ന് ഓർത്തിട്ട് മുന്നോട്ട് നടക്കാം. നല്ല ഒരു ആംബിയൻസും ആണ് കേട്ടോ നമുക്ക് ഈ കോഫി കുടിക്കാൻ വേണ്ടി കിട്ടിയിട്ട്. അതും പറയാതിരിക്കാനായിട്ട് വയ്യ. നമ്മൾ എത്തിയിരിക്കുന്ന ഈ ഒരു പോർഷൻ നമ്മുടെ ഈ റിസോർട്ടിന്റെ ഒരു ഫ്രണ്ട് ഏരിയ ആണ്. അപ്പോൾ അത് ഒരു റെസ്റ്റോ ബാർ ഏരിയ. അപ്പൊ ഇവിടെ ആക്ച്വലി ഇവിടെ കുറെ ഗസ്റ്റ് ഒക്കെ വന്ന് റെസ്റ്റ് ചെയ്യാറൊക്കെ ഉള്ള ഏരിയ ആണ്. അപ്പൊ ഇവിടുത്തെ ഈ ഒരു ഈ തണുത്ത കാറ്റ്, കടലിൽ നിന്നുള്ള തണുത്ത കാറ്റും ആ ഒരു വ്യൂ ഒക്കെ കണ്ട് ഈ നമ്മുടെ ഫോട്ടോ പ്രിന്റ് ചെയ്തിട്ടുള്ള ഈ അടിപൊളി കോഫി കുടിച്ച് ഇങ്ങനെ ഇരിക്കാനായിട്ട് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞാനിത് പറഞ്ഞ ഇത് കുടിക്കാനായിട്ട് തോന്നില്ല, എനിക്കിത് അതുപോലെ തന്നെ ഫ്രെയിം ചെയ്ത് വെച്ചാലോ എന്ന് തോന്നിപ്പോയി. നല്ല ഭംഗി ഉണ്ടായിരുന്നു. അവരത് ആ ഒരു ഇത് ഫോട്ടോ പ്രിന്റ് ചെയ്ത് അതിൽ പ്രസന്റ് ചെയ്തേക്കുന്നത് വരെ നല്ലൊരു നല്ലൊരു പ്ലസന്റ് ആയിട്ടുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു അവര്. ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, അത് കോഫിയുടെ ടേസ്റ്റും അടിപൊളി തന്നെയായിരുന്നു. അപ്പം ഞാൻ പയ്യെ ആ നമ്മുടെ മേളിലുള്ള ആ ഫ്രോത്തിലുള്ള ആ ഫോട്ടോനെ ഡിസ്റ്റർബ് ചെയ്യാതെ പയ്യെ ആ നമ്മുടെ കോഫി വലിച്ചു കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ കുടിച്ച് അവസാനം ഏറ്റവും താഴെയായപ്പോൾ ആ ഫ്രോത്തിൽ മാത്രമായിട്ട്, ആ ഫ്രോത്തും ഫോട്ടോയും മാത്രമായിട്ട് വരെ ഇങ്ങനെ ലാസ്റ്റ് വന്നു. എനിക്ക് ആ ഫോട്ടോ അത് ഡിസ്റ്റർബ് ചെയ്യാനേ തോന്നില്ലായിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അതിശയകരമായ ഒരു കാര്യമാണ് കേട്ടോ. ഇതൊരു മെഷീൻ ആണെങ്കിൽ പോലും ഈ മെഷീന് നമ്മുടെ കൊടുത്ത ആ ഒരു ഫോട്ടോ അത്രയും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് റീക്രിയേറ്റ് ചെയ്ത് അതും ഒരു എന്താ പറയാ, ഒരു കോഫി ഫ്രോത്തിന്റെ മണ്ടയിൽ ഇത്ര അടിപൊളിയായിട്ട് റീക്രിയേറ്റ് ചെയ്ത് എത്തിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അതിശയകരമായ കാര്യമായിരുന്നു. ആ കോഫിയുടെ ടേസ്റ്റും പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു സ്പെഷ്യൽ കോഫി ആയതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയായിരുന്നു. അപ്പം അങ്ങനെ ഞങ്ങൾക്ക് നല്ല ഒരു എന്താ പറയുക, മറക്കാനാവാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും. ഈ ഒരു നല്ല കൂളായിട്ടുള്ള ഈ ആംബിയൻസിൽ ആ കടൽ കാറ്റൊക്കെ അടിച്ച് ആ ഒരു സീ വ്യൂ ഒക്കെ കിട്ടി ഈ സീ ഷോറിൽ ആ ഒരു ബെഞ്ചിൽ അങ്ങനെ ഇരുന്ന് ആ ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് കിട്ടിയ ആ ഒരു എക്സ്പീരിയൻസ് ഭയങ്കര വൃത്തിയായിരുന്നു. ഈ റിസോർട്ടിൽ ഇവിടെ നിന്നിരുന്ന ഈ ഒരു ദിവസങ്ങളിൽ വെച്ച് നോക്കി ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക, ഒരു ഇവന്റ് ആയിരുന്നു ഈ നമ്മുടെ ഫോട്ടോ വെച്ച ഈ ഒരു കോഫി കുടിക്കാന്നുള്ള. അവസാനം ഞങ്ങൾ കുടിച്ച് അവസാനം അതിന്റെ ഫ്രോത്ത് മാത്രമായി. നമ്മൾ അങ്ങനെ ഈവനിങ് ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ സ്റ്റാഫിന് വേണ്ടിയിട്ട് അവരുടെ ടൈറ്റ് ഷെഡ്യൂളൊക്കെ കഴിഞ്ഞ് അവർക്കൊരു റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻഡോർ ഗെയിംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തേക്കുന്ന ഒരു റൂമിൽ ഒന്ന് ചെന്ന് കണ്ടായിരുന്നു. അപ്പം അത്യാവശ്യം അവിടെ ഓൾമോസ്റ്റ് കുറേ ഇൻഡോർ ഗെയിംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചെസ്സും ക്യാരംസും ഫുട്ബോൾ ഗെയിംസും അതുപോലെ ടേബിൾ ടെന്നീസും ബില്ലിയാർഡ്സും ഡാർട്സും എന്നുവേണ്ട കുറേ ഗെയിംസുകളുണ്ടായിരുന്നു. അപ്പോൾ ഇതിനൊക്കെ ഉപരി അവിടെ ഒരു PS4 അവർ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരുടെ
ഈ സ്റ്റാഫിൻ്റെ അവരുടെ ഡ്യൂട്ടി ടൈം ഗ്യാപ്പും അവരുടെ എല്ലാവർക്കും കൂടുതലും ഈവനിങ് ടൈം രാത്രി ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് വന്നിട്ട് ഇവിടെയൊക്കെ വന്ന് കളിക്കുന്നതൊക്കെ കാണാറുണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ഒരു നല്ലൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നി. കാരണം ബിസി ആയിട്ടുള്ള ലൈഫ് ഷെഡ്യൂളിൻ്റെ ഇടയ്ക്ക് ഒരു കുറച്ച് സമയം ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടെത്തി ഒന്ന് മൈൻഡൊക്കെ കൂളാക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭയങ്കര നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതെന്താ അങ്ങനെ പോയേ? ഓ അതെ, ഏതാണ്ടൊക്കെ വീണു. അല്ല, ഒരെണ്ണം വീണു, അതിനകത്ത് വീണു. 2 വീണോ? വീണോന്നേ, ഇതാണ്ട്. പതിമൂന്ന്. ഞാൻ എല്ലാത്തിനും ചെതറിപ്പിച്ച് കളയുന്നത്.